നമസ്കാരം. സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ബി.ജെ.പി. സർക്കാർ എപ്പോഴും എടുക്കാറുള്ളത്. അതിൽ മാസ്മരികമായ പ്രഖ്യാപനം കൂടുതൽ ഉണ്ടാകാറുള്ളത് നിതിൻ ഗഡ്കരിയിൽ നിന്നുമാണ്. ഒരു പ്രഖ്യാപനം നടക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് നമ്മുടെ രാജ്യത്ത് ബി.ജെ.പി. സർക്കാർ നടത്തുന്നത്. ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന തരത്തിൽ രാജ്യത്തെ ദേശീയപാതകളിൽ പുതിയ ടോൾ സംവിധാനം നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ഡൽഹിയിൽ ഒരു ദേശീയ വാർത്താ ചാനൽ സംഘടിപ്പിച്ച വേദിയിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായത്. 2026 ഇന്ത്യയിലെ റോഡുകൾ ടോൾ ഫ്രീ ആക്കുമെന്ന പ്രഖ്യാപനത്തെക്കുറിച്ചായിരുന്നു അവതാരകന്റെ ചോദ്യം. റോഡുകൾ ടോൾ രഹിതമാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ടോൾ അടയ്ക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുമെന്നാണ് പറഞ്ഞതെന്നുമായിരുന്നു ഗഡ്കരിയുടെ മറുപടി. സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന ഒരു നയം സർക്കാർ നടപ്പിലാക്കാൻ പോവുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ടോൾ പിരിവ് സമ്പ്രദായത്തിൽ മാറ്റം വരും. ഇക്കാര്യത്തിൽ കൂടുതൽ പറയാൻ നിലവിൽ സാധിക്കില്ല. പക്ഷേ 8-10 ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു പ്രഖ്യാപനമുണ്ടാകും. ടോൾ നിരക്കിൽ കുറവുണ്ടാകുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. മുംബൈയിലെ ബാന്ദ്ര കുർല കടൽപ്പാലത്തിൽ വെച്ച് ട്രാഫിക് പിഴ ലഭിച്ച സംഭവം മന്ത്രി വിശദീകരിച്ചു. ആ പാലം നിർമ്മിച്ചത് തന്റെ നേതൃത്വത്തിലാണ്. എന്നാൽ മുംബൈയിലെ തന്റെ കാറിന് 2 തവണയാണ് ഈ പാലത്തിൽ വെച്ച് പിഴ ലഭിച്ചത്. നിയമലംഘനം നടത്തി ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ക്യാമറ എല്ലാം കാണുന്നുണ്ട്. ട്രാഫിക് ചെല്ലാനുകൾ ലഭിച്ചതിനെക്കുറിച്ച് ആളുകൾ പരാതിപ്പെടാറുണ്ട്. എന്നാൽ വരുമാനത്തിന് വേണ്ടിയല്ല ഇത്തരം പിഴ ശിക്ഷ വിധിക്കുന്നതെന്ന് ആളുകൾ മനസ്സിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന കാതലായ ഒരു വമ്പൻ മാറ്റത്തിനാണ് നിതിൻ ഗഡ്കരി അടിത്തറപ്പാക്കിയിരിക്കുന്നത്. 2008 നാഷണൽ ഹൈവേസ് ഫീ ചട്ടങ്ങൾ അനുസരിച്ചാണ് നിലവിൽ രാജ്യത്തെ ടോൾ പിരിവ് നടക്കുന്നത്. ഇതനുസരിച്ച് ഒരേ ദിശയിലുള്ള റോഡിൽ 60 കിലോമീറ്റർ പരിധിയിൽ ടോൾ പാസുകൾ പാടില്ല എന്നതാണ് ചട്ടം. എന്നാൽ ടോൾ പാസുകൾക്ക് പകരമായി ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം നടപ്പിലാക്കാനുള്ള പ്ലാനിലാണ് സർക്കാർ. ഇന്ത്യയുടെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ സഹായത്തോടെ വാഹനം സഞ്ചരിച്ച ദൂരം കണ്ടെത്തി അതിന് ടോൾ മാത്രം പിരിക്കുന്ന സംവിധാനമാണ് ഇനി വരാൻ പോകുന്നത്. നിലവിലെ ഫാസ്റ്റ് ടാഗ് സംവിധാനത്തിൽ നിന്നുള്ള വലിയൊരു അപ്ഗ്രേഡ് ആകും ഇത്. എന്നാൽ ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം തന്നെയാണോ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന കാര്യം സ്ഥിരീകരിക്കാൻ ഗഡ്കരി തയ്യാറായില്ല. യാത്രാ ചെലവ് കുറയും. നിലവിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാലും ടോൾ പാസയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ ഒരേ നിരക്കാണ് നൽകേണ്ടത്. എന്നാൽ പുതിയ സംവിധാനത്തിൽ 20 കിലോമീറ്റർ വരെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് ഇളവ് ഉണ്ടാകും. സ്ഥിരം യാത്രക്കാർക്ക് വാർഷിക പ്രതിമാസ ടോൾ കിറ്റുകളും ഏർപ്പെടുത്തും. തീരുമാനം ചരക്ക് നീക്കത്തിനും വലിയ കുതിപ്പാകുമെന്നാണ് കരുതുന്നത്. ദേശീയപാതകളിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് ആകെ ചെലവാകുന്നതിൽ 18 മുതൽ 20% വരെ ടോളുകൾക്ക് നൽകേണ്ടി വരുമെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ടോളിൽ 25% കുറവുണ്ടായാലും വലിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ 55,000 കോടി രൂപയാണ് ടോൾ പിരിവിലൂടെ മാത്രം ദേശീയപാത അതോറിറ്റിക്ക് ലഭിക്കുന്ന വരുമാനം. ഇത് 2 വർഷത്തിനുള്ളിൽ 1.40 ലക്ഷം കോടി രൂപയാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് തത്വമയി TV.